എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. വെൽക്കം ടു പണിപ്പാലി വിത്ത് മീ രാകേഷ്. സോ പണിപ്പാലി എപ്പിസോഡിൽ നമ്മൾ വീക്ക്ലി നമ്മൾ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ വിളിച്ചിട്ട് അവരെ പ്രാങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യലായ ഒരു എപ്പിസോഡാണ്. ഇന്ന് കുറേ സർപ്രൈസ് നമ്മുടെ എപ്പിസോഡിലൊക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ 2 ബ്രദേഴ്സ് വരാൻ പോകുന്നുണ്ട്. ആ ബ്രദർ ആരെന്ന് അവർ വന്ന ശേഷം ഞാൻ പറയാം. വെൽക്കം ജുനിൽ ആൻഡ് ജെവിൻ. യെസ്, ഇന്നത്തെ സർപ്രൈസ് ഇവർ 2 പേര് തന്നെ. ഇവർ 2 പേരും കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ കണ്ടിരിക്കും. വളരെ സർപ്രൈസ് ആൻഡ് സസ്പെൻസ് റോൾ ചെയ്തവരാണ്. ആൻഡ് ഇപ്പോൾ നമുക്ക് ആര് ജിവിൻ ആര് ജിനിൽ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളെ പറയും ആര് ജിവിൻ ആര് ജിനിൽ? ജിവിൻ ജിനിൽ. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഡൗട്ട് വരും. ബിക്കോസ് അത്രയ്ക്കും ഒരു ഐഡൻറ്റിറ്റി ട്വിൻസാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ടീമായി ഇരുന്ന് പണിപ്പാളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ജിവിൻ ആൻഡ് ജിനിലാണ്. സോ ഇവർ 2 പേരും ചേർന്ന് ഞാൻ പറയുന്ന ടാസ്ക് ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ സിമ്പിൾ. ഇവിടെ നമ്മളൊരു കഫേയിലുണ്ട്. ഈ കഫേയിൽ വരുന്ന കസ്റ്റമറിനാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. 2 പേര് റെഡിയാണോ? റെഡിയാ? നിങ്ങൾ നോർമലായിട്ട് വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ട്വിസ്റ്റായിട്ട് ഞങ്ങൾക്ക് പറയുമ്പോൾ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഷുവറായിട്ട് മനസ്സിലാവില്ല. നിങ്ങൾ എത്ര എക്സൈറ്റഡ് ഉണ്ട്? ഞങ്ങൾക്കും ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഫസ്റ്റ് ടൈമാണ് പ്രാങ്ക്. അപ്പോൾ നമ്മൾ 3 പേരും ചേർന്ന് പോയി പ്രാങ്ക് ചെയ്യാം. ഓക്കെ വിൽ സീ ഓൺ ദ ഫ്ലോർ. താങ്ക് യു. ജിവിൻ ബ്രോ, ഹായ്. നിങ്ങൾ പോയി അവിടെ വൈറ്റ് ഡ്രസ് ഇട്ടിരിക്കും. അവരുടെ അടുത്ത് പോയി ഓർഡർ ഒക്കെ എടുക്കാം. കമോൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓർഡർ ഗ്രീൻ സാൻഡ്വിച്ച്. ജിവിൻ ബ്രോ, ഇപ്പൊ നിങ്ങൾ പോയി ഓർഡർ എടുക്കും. ഒന്നും കൂടി ഒന്ന് പറയും. വേണ്ട, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതായിരുന്നേ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? 3 പ്രാവശ്യം പറഞ്ഞു. ചേട്ടനോട് വന്നത്. ശരി ഓക്കെ, നോക്കട്ടെ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് ഇതൊക്കെ റിയലിസ്റ്റിക് എന്താ പഠിച്ചോനെ? എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ എത്ര നീരയിലെ കാത്തു. ആരെ ഇങ്ങൾക്കൊണ്ട് ഇതൊന്നും നടക്കില്ല. 3:15. നിങ്ങൾ പോയിട്ട് വെറുതെ അങ്ങനെ ഒരു ക്രോസ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് എന്താ ഓർഡർ, എന്താ വേണ്ടേ അങ്ങനെ ചോദിക്കും. എന്തായി കമന്റ്? ഓർഡർ എടുത്തായിരുന്നല്ലോ. ഇയാളെന്നില്ല ഇപ്പൊ വന്നെടുത്തേ? കുറച്ച് മുമ്പ് എടുത്തായിരുന്നു. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നു. ആണോ? വിശക്കണ്ട? അങ്ങനെ വിശക്കണ്ടല്ലേ? കുറച്ച് വേഗം ആക്കാൻ പറ്റും? കുറച്ച് വേഗം. ഞാൻ പോലെ പോന്നു. വേറെ ഒന്നും പറഞ്ഞു പറഞ്ഞോ? ആര് പറഞ്ഞു? നെഞ്ചുവേദന. ഇപ്പൊ നിങ്ങൾ ആ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോയി വെച്ചിട്ട് 2 ഗ്ലാസ് എടുത്തിട്ട് വരും. കോഫി റെഡിയാകാൻ സമയമെടുക്കും. വേറെ എന്തെങ്കിലും മരുന്ന് വേണോ അങ്ങനെ സംസാരിച്ചിട്ട് ഇവിടുന്ന് ഗ്ലാസ് എടുന്ന് ചോദിക്കും. ഓക്കെ, കോഫി അവനൊരു 10 മിനിറ്റ് എടുക്കും. ഇവിടെ വെച്ച ഗ്ലാസ് ഞാനിവിടെ വെച്ചിട്ട് പോയതാ. ഇത് വെള്ളം ഇവിടെ വെച്ചിട്ട് ചേട്ടനല്ലേ ഇപ്പൊ ഗ്ലാസ് എടുത്തിട്ടുണ്ട് പോയത്. അത് ഞാനല്ല, ഞാനിവിടെ വെച്ചിട്ട് പോയതാ. അല്ല, ചേട്ടനെ ഇപ്പൊ വന്നിട്ട് ഇവിടെ കുപ്പി വെച്ചിട്ട് ഗ്ലാസ് എടുത്തോണ്ട് പോയ. അത് ഞാനിവിടെ വെച്ചിട്ട് പോയി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് ഞാനല്ല ചേട്ടനാ വെച്ചേ. വേറെ സ്റ്റാഫ്സ് ഒന്നും കാണുന്നില്ല.
ഞാൻ കുറച്ചു മുമ്പ് വെച്ചിട്ട് പോയാണ്. ആ എന്നിട്ട് തിരിച്ചു കൊണ്ടുപോയി. ആ റെഡിയാക്കാം. എനിക്ക് പഠിച്ചോണ്ടിരിക്കണ്ടേ? ഞാൻ പറയട്ടെ, കാത്തിരിക്കാനായിട്ട് കൂട്ടി വന്നാ പോരെ. ഞാൻ എടുത്തിട്ടൊന്നും പ്ലേറ്റ് ഇവിടെ വേണോ? എന്താ മുഖോ എന്ത് ടെൻഷൻ അടിച്ചപ്പോഴൊക്കെ നല്ലുണ്ട്. വിമാനം പോകുന്നുണ്ട്. ഹെലികോപ്റ്റർ വിമാനം ഹെലികോപ്റ്റർ അതവള് നോക്കിയാ കാണും. ഇതാരാണ് ഓർഡർ ചെയ്തത്? ഞങ്ങൾ ഇതാര് വെച്ചത്? ചേട്ടൻ വേറെ സ്ഥലത്താണ് പോയത്. നോക്കിയിട്ട് പറയാം. ഇതെന്തോ ഇങ്ങനെ ഇത് പോയി വെച്ചിട്ട് അതിനുള്ള കഴിച്ച് കഴിഞ്ഞോ? പ്ലേറ്റ് എവിടെ? പ്ലേറ്റ് ചെന്ന് കഴിച്ചോ? പ്ലേറ്റ് അവിടെ നിന്ന് എടുത്താണോ? അല്ല ചേട്ടനപ്പൊ കൊണ്ടു തന്നെ. അല്ല ഞാനിവിടെ വെച്ചാ വിങ്സ് അതിപ്പോ കൊണ്ടുപോയേ. അത് കഴിച്ചു കഴിഞ്ഞാണോ? അല്ലെങ്കിൽ ഇല്ല കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലേ? ഇല്ല. പിന്നെ അത് ആര് കൊണ്ട്? ഞാനിവിടെ സ്റ്റാഫും. നിങ്ങളല്ലേ ഇപ്പൊ എടുത്തിട്ട് കൊണ്ടുപോയി? വേറെ ആളായിരിക്കും, ഞാൻ നോക്കിയിട്ട്. വേറെ ഇല്ലല്ലോ, ചേട്ടൻ തന്നെ കൊണ്ടുപോയെ. എന്നിട്ട് പ്ലേറ്റ് വെച്ചിട്ട് പോയി. ഇതാരും ഓർഡർ അടുക്കളയിൽ എടുക്കാമെന്ന്. അപ്പൊ ഇതാരെ കൊണ്ടുപോയി? അതാണ് എനിക്ക് പറയാൻ ചേട്ടനെ കൊണ്ടുപോയി. ഗ്ലാസും കൊണ്ടുപോയി. കൺഫ്യൂഷൻ. ഞാൻ അന്വേഷിച്ചിട്ട് വരാം. സോറി, അതെ നിങ്ങളുടെ ഓർഡർ തന്നെ ഉണ്ട്. ഒരാള് കൊണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ പോയി കോഫി അവരുടെ അടുത്ത് പോയിട്ട് ഇന്ന് വന്ന് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ, അതുപോലത്തെ ഓഫർ ഉണ്ട്. അങ്ങനെ പോയി നിങ്ങൾ പറയും എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടോ എന്ന്. ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, ഒരെണ്ണം കൊടുത്താൽ ഒരെണ്ണം ഫ്രീ, ബൈ വൺ ഗെറ്റ് വൺ പോലത്തെ ഒരു എന്തെങ്കിലും. ഒന്നും വേണ്ട, ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ലാഭമല്ലേ അത്? ഉറപ്പാണല്ലോ. ഓ താങ്ക് യു. ഇപ്പൊ ജിനിലും അതേ ഡയലോഗ് പറഞ്ഞു, സെയിം ഡയലോഗ്. ഇന്നൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ടെന്ന്, ബൈ വൺ ഗെറ്റ് വൺ. ചേട്ടനോടല്ലേ ഇപ്പൊ വേണ്ട പറഞ്ഞേ? അല്ല ആണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും ഇപ്പൊ രണ്ടാമത്തെ തൊട്ടാ വരുന്നത്. ആ പക്ഷെ അതിന് വഴിയില്ലല്ലോ, ഞാനാണ് കട്ടല്ലെങ്കിൽ. ചേട്ടന് വേറെ എന്തെങ്കിലും പ്രശ്നം ഇല്ല. ആർക്കെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് പറയണ. അല്ല ഇപ്പൊ ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞല്ലേ ഓർഡർ? ഞാനല്ല. ഇല്ല, ചേട്ടനൊക്കെ വന്ന് പറഞ്ഞു ഒരു കഫേയിലൊക്കെ വരുമ്പോ ഇങ്ങനെയാണോ ചേട്ടാ? അല്ലെന്ന് ഞാനല്ല, ഇവര് നേരത്തെ കുറച്ചുപേര് പറയണ്ട അങ്ങനെ. ഞാൻ ക്യാമറ ഒന്ന് ചെക്കിട്ടെ, അപ്പൊ മനസ്സിലായി. ഓക്കെ, എന്തോ കുഴപ്പമുണ്ടോന്ന് തോന്നുന്നു തന്നെ. ഞാൻ കൊള്ളു. ഷുഗറൊക്കെ ഓക്കെ. ഹലോ, അത് ഓക്കെ, കുടിച്ചാൽ കുഴപ്പമില്ല. ഇതെന്താ ചേട്ടാ? ഞാൻ ഒരാൾക്കൊക്കെ ചായ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കാൻ കൊടുക്കുക. ചേട്ടൻ ഒരാൾ തന്നെ കുടിച്ച ചായയാണോ ചേട്ടൻ നമുക്ക് തരണേ? പിന്നെ ഒരാൾ ഇവിടെ എല്ലായിടത്തും കഫേയിലൊക്കെ ഇങ്ങനെയാ, ആരെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടാണോ നമുക്ക് തരുന്നത്? ഒരു മാനേജറിനെ കണ്ടിട്ട് പോയാൽ മതി. ചേട്ടാ ഇവിടുത്തെ മാനേജർ എന്താ
ചേട്ടാ ഇവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് കുറെ നേരം ഇങ്ങനെ കറക്കി കൊണ്ടുവരുന്നത്. ഏത് സ്റ്റാഫാണ്? സ്റ്റാഫ് പേരറിയത്തില്ല. ഒരു എന്തായിരുന്നു പ്രോബ്ലം? എന്തായിരുന്നു? ഫസ്റ്റ് ഇവിടെ ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ് എടുത്തു വന്നായിരുന്നു. പിന്നെ ചോദിക്കുക ആരാ ഗ്ലാസ് എടുത്തേന്ന്. പിന്നെ ഫുഡ് കൊണ്ട് തന്നിട്ട് ഫുഡ് കൊണ്ട് പിന്നെ ആരാ വെച്ചിട്ട് ഫുഡ് തിരിച്ചുകൊണ്ടോ? തിരിച്ചുകൊണ്ട് എന്നിട്ട് പിന്നെ വന്നിട്ട് ചോദിക്കുക എന്തെങ്കിലും മാറ്റിയായിരുന്നു? ഇല്ല മാറ്റിയിട്ടില്ല. പിന്നെ വന്നിട്ട് ചോദിക്കുക ആരാ ഫുഡ് കൊണ്ടുപോയി. ഇപ്പൊ കോഫി കൊണ്ട് തന്നിട്ട് അവര് കുടിച്ച് ടെസ്റ്റ് ചെയ്യും. ഒരാൾ വന്ന് ഫസ്റ്റ് കുടിച്ച് ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് ആ മൂപ്പര് എന്നെ തിരിച്ചു വന്നിട്ട് ഈ കോഫിയും ടെസ്റ്റ് ചെയ്തിട്ട് പോകും. എന്നിട്ട് പറയാ ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ കൊടുക്കും. സോറി മാം, ഞാൻ ചെക്ക് ചെയ്യാം ആരാന്നുള്ളത്. ആരാ ഇവിടെ സെർവ് ചെയ്താരാ? എന്താ പ്രോബ്ലം എന്താണ് ആക്ച്വലി? ഇത് ഞാനല്ല സെർവ് ചെയ്തേക്കണം, വേറെ ആരും. എന്തിനാ നിങ്ങൾ ആരാ സെർവ് ചെയ്തത്? ഇങ്ങനെയാണോ സെർവ് ചെയ്തത്? സാറേ ഞാനല്ല ഞാനല്ല സത്യം. ഇല്ല ഇവരെന്നെ പുള്ളിയാണോ സെർവ് ചെയ്തത്? എന്താണ് പ്രശ്നം? ഞാനല്ല. പിന്നെ ആരാണ്? നിങ്ങളാണ്. ക്യാമറ അവിടെയും നേച്ചവരാണ് സെർവ് ചെയ്തത്. അല്ല അപ്പൊ ചായ ടെസ്റ്റ് ചെയ്തിട്ട് പോയത് ചേട്ടനല്ലേ? അത് ഞാനല്ല, വേറെ ആരാണ്ടോ. ഈ മൂപ്പര് തന്നെയാണ് വന്ന് ടെസ്റ്റ് ചെയ്തത്. വേറെ ആരാ? ഫ്ലോറിലുള്ളവരാണോ വന്നേ ഇങ്ങോട്ട്? എല്ലാരും വന്നേ, ഫ്ലോറിലുള്ള എല്ലാരും. ഇത്ര ഉള്ളോ? ബാക്കിയുള്ളവരും ബിസിയാണ് സാർ. ബിസിയാണോ? എന്താ പ്രോബ്ലം? എന്താ? ആരാ ഇവിടെ സെർവ് ചെയ്ത്? ഈ ചേട്ടനാണ് ഞാനല്ല സാറേ. എന്താണ്? ഇവരല്ല, ഈ ചേട്ടൻ തന്നെയാ സെർവ് ചെയ്തിട്ടുള്ളത്. ഞാൻ അപ്പുറത്ത് ആരെയും സെർവ് ചെയ്തത്. അല്ല അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഈ ക്വസ്റ്റിനെ? ഇല്ല അപ്പൊ ഇവിടെ വന്ന് പ്ലേറ്റ് എടുത്തത് ഞങ്ങൾക്ക് ഓർഡർ എടുത്തതൊക്കെ സാറേ ഞാൻ അവിടെ ഒരു കപ്പിൾ ചിക്കണ്ടായിരുന്നു, അവരാണ് പോയി സെർവ് ചെയ്തത്. എന്താ നീ ഇങ്ങനെ എന്താ 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 നടക്കണേ ഇവിടെ? ഇല്ല ഈ ചേട്ടനാ സെർവ് ചെയ്തത്. ഫസ്റ്റ് ഫുഡ് പുള്ളിയെ സെർവ് ചെയ്തത്. പുള്ളി സെർവ് ചെയ്തിട്ടില്ല. ഇനി എന്ത് ക്യാമറ ഒക്കെയാണ് ഇവിടുത്തെ? എന്താ CCTV ഒക്കെ ക്യാമറ ഒക്കെയാണോ? അല്ല അല്ല കുഴപ്പമില്ലേ പുള്ളി ഒക്കെ? ശരി ഓക്കെ, ക്യാമറ ഒക്കെ കേട്ടോ. ഒരു മിനിറ്റ് മാം, ക്യാമറ ഒക്കെ ആയിട്ട് പറയാം. എനിക്ക് ലൈറ്റ് വന്നിട്ട് ചേട്ടനല്ലേ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ മാനേജറിനോട് ചേട്ടനോട് ആകെ സെർവ് ചെയ്യുന്നത് എങ്ങനെയാ? അത് എല്ലാരും സെർവ് ചെയ്യും സാധാരണ പോലെ. സെർവ് ചെയ്യുന്നേ മാനേജർ എവിടെ? ചേട്ടാ മാനേജർ വന്നില്ലേ ഇപ്പൊ വന്നായിരുന്നു. അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞ ചേട്ടൻ സെർവ് ചെയ്തിട്ടില്ല? അല്ലല്ലേ അല്ല. എന്താണ് പ്രശ്നം? വീണ്ടും തന്നെ പ്രശ്നം. ആ ഇങ്ങനെ ചെക്ക് ചെയ്യുവായിരുന്നു ആരാ സെർവ് ചെയ്തെന്നുള്ളത്. അല്ല കോഫി കുടിച്ചിട്ട് കോഫി ചെക്ക് ചെയ്യുന്നത്. എന്താ സംഭവം? എന്താ? ഇല്ല നമ്മൾ കൺഫേം ആക്കണോ? എന്ത് കസ്റ്റമർ കസ്റ്റമർ ഇരിക്കുന്ന ടേബിളിൽ നിന്ന് കോഫി കുടിച്ചിട്ടാ? ഷുഗർ ഉണ്ടാകാറില്ല. ഇവര് സെപ്പറേറ്റ് അല്ലേ പോകുന്നത് കോഫിയിൽ? ആ മൂപ്പരാണ് വന്നിട്ട് ഇപ്പൊ കുടിച്ചിട്ട് പോയത്. എന്താ സംഭവം? എന്താ? അല്ല ഞാൻ ടെസ്റ്റ് ചെയ്ത കൺഫർമേഷൻ. കോഫി ഗസ്റ്റിന്റെ ടേബിളിൽ ഇരുന്നിട്ട് നീയല്ലേ നേരത്തെ പറഞ്ഞ സെർവ് ചെയ്തിട്ടില്ലെന്ന് ഇവിടെ? അത് ഞാനല്ല. പിന്നെ ആരാ? എനിക്കറിയാമല്ലോ, ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന നേരത്തെ നിന്നെ വിളിച്ചോ നീയല്ലേ പറഞ്ഞ സെർവ് ചെയ്തിട്ടില്ലെന്ന്? മാം ഇതൊരു പ്രാങ്ക് ആയിരുന്നു, സോറി. ഒരു ആക്ച്വലി ട്വിൻസ് ആണ്, നിങ്ങളൊന്ന് പ്രാങ്ക് ചെയ്താണോ? ഇറ്റ്സ് ഓക്കെ. ഇപ്പം എന്നാ ഞാൻ വന്നു. സോ ഇറ്റ്സ് സൂര്യ മ്യൂസിക് വന്ന് പണിപ്പാടി എന്നൊരു ഷോ പോകുന്നുണ്ട്. ഇന്ന് ഇവർ രണ്ടുപേർക്ക് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് വന്ന് നിങ്ങളെ വന്ന് പ്രാങ്ക് ചെയ്യുന്നതാണ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. രണ്ടുപേരും ചിരിച്ചിട്ട് എനിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഹാപ്പി ആയതന്നെ. പിന്നെ ഹാപ്പി അല്ലേ? അതിൻ്റെ പറയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെ പ്രാങ്ക്? മനസ്സിലായില്ലേ? പ്രാങ്ക് ചെയ്തത് മനസ്സിലായില്ലേ? ഇപ്പോഴാകട്ടും മനസ്സിലാവും. ആ ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ഇവരുടെ പേര് വന്ന് ജിവിൻ ജിനൽ. ഇപ്പൊ പറയ ആർ ജിവിൻ ആർ ജിനൽ? ജിവിൻ ജിനൽ. ഓക്കെ. ഇതിന് മുമ്പ് ഇതുപോലെ നിങ്ങൾ പ്രാങ്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് പണി കിട്ടിയില്ലേ? ഇവർ രണ്ടുപേരും ബെസ്റ്റ് ആയിട്ട് ചെയ്തില്ലേ? ഓക്കെ മനസ്സിലായില്ല? നല്ല ആക്ടിങ് അല്ലേ? നമ്മുടെ മാനേജറിന്റെ ആക്ടിങ്. ശരിക്കും മാനേജറാണ് ഇവര്. നൈസ് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇവരിന് അടിപൊളിയായിട്ട് ഒരു ക്യാഷ് പ്രൈസ് തരാം. ഓക്കെ. സോ ഇന്നത്തെ പണിപ്പാട് എപ്പിസോഡിൽ നമ്മളുടെ ജിബിൻ ആൻഡ് ജനൽ രണ്ടുപേരും വന്ന് അടിപൊളിയായിട്ട്
ഇവിടെ പെർഫോമൻസ് ഒക്കെ ചെയ്ത് ഇവർ രണ്ടുപേരും സഹന നേഹ രണ്ടുപേരിനെ പറ്റിച്ച് 5,000 വാങ്ങിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തരാം. യെസ്. നൈസ്. ആൻഡ് ദിസ് ഈസ് പണിപ്പാളി. ഇന്നത്തെ നമ്മുടെ പണിപ്പാളി എപ്പിസോഡിൽ വന്നിട്ട് രണ്ട് ട്വിൻ ബ്രദേഴ്സ് ജിനിൽ ആൻഡ് ജിമിൻ അവർ രണ്ടുപേരും ചേർന്നിട്ട് ഇവിടെ ഇരിക്കുന്ന രണ്ട് കസ്റ്റമറിനെ വന്നിട്ട് നന്നായി പ്രാങ്ക് ചെയ്തു. കാണുമ്പോൾ വളരെ ഹാപ്പി ആയിരുന്നിരിക്കില്ല. യെസ്, ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരും നിങ്ങൾ പ്രാങ്ക് ചെയ്യുന്ന ആശിച്ചാൽ വളരെ സിമ്പിളാണ്. സൂര്യ മിസ്സിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കുക. നമ്മൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. സോ നിങ്ങളുടെ ഫ്രണ്ടിനെ പ്രാങ്ക് ചെയ്യാൻ ആശിച്ചാൽ നമ്മുടെ പണിപ്പാളി ഷോയിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. പ്രാങ്ക് ചെയ്തിട്ട് പൈസ വിൻ ചെയ്യാൻ പറ്റും. ഇത് പണിപ്പാളി.